നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില മനുഷ്യർ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും അത് വെറും സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ഒരേ കാര്യത്തിനായി പലരും ശ്രമിക്കുന്നു, പക്ഷേ വിജയം വരിക്കുന്നത് വളരെ ചുരുക്കം ചിലർ മാത്രം. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? ചിലർ പറയുന്നു അത് ഭാഗ്യമാണെന്ന്, മറ്റു ചിലർ പറയുന്നു അത് കഠിനാധ്വാനമാണെന്ന്. ഇവ രണ്ടും ഒരു പരിധിവരെ കാരണങ്ങളാകാം. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ലോകത്തിലെ ഏറ്റവും വിജയികളായ മനുഷ്യരെല്ലാം ബോധപൂർവമോ അല്ലാതെയോ ഉപയോഗിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. അതാണ് ശരിയായ രീതിയിലുള്ള വിഷ്വലൈസേഷൻ. പലരും എപ്പോഴും പറയാറുണ്ട്, ഞാൻ രാവും പകലും എന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, എന്നിട്ടും എന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ലല്ലോ എന്ന്. ഇവിടെയാണ് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കേണ്ടത്. വെറുതെ കുത്തിയിരുന്ന ദിവാസ്വപ്നം കാണുന്നതല്ല വിഷ്വലൈസേഷൻ. എനിക്കതൊരു പക്ഷേ കിട്ടിയേക്കാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ കൊള്ളാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ വെറും പകൽക്കിനാവുകൾ മാത്രമാണ്. യഥാർത്ഥ വിഷ്വലൈസേഷൻ എന്നത് തികച്ചും ശാസ്ത്രീയമായ നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ശരിയായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പഠിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കി മാറ്റാം എന്നതിന്റെ വ്യക്തമായ വഴികളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, ബോധമനസ്സും ഉപബോധമനസ്സും. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ യുക്തിസഹമായി ചിന്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമെല്ലാം ബോധമനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അതിലും ആയിരക്കണക്കിന് മടങ്ങ് ശക്തിയുള്ള നമ്മുടെ ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ അതിന് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ സത്യവും സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസവും അതിന് മനസ്സിലാകില്ല. നിങ്ങൾ വളരെ തീവ്രമായി ഒരു കാര്യം മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെന്ന് ഉപബോധ മനസ്സ് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ട വഴികൾ ഉപബോധ മനസ്സ് തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുതരും. ഈയൊരു പ്രത്യേകതയെയാണ് നാം വിഷ്വലൈസേഷനിൽ ഏറ്റവും കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. ഇതൊരു പുതിയ അറിവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിൽ കണ്ട് പരാജയപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായി പ്രധാനമായും 5 പടികളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തതയുണ്ടായിരിക്കുക എന്നതാണ്. പലർക്കും അവരുടെ ജീവിതത്തിൽ കൃത്യമായി എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാകില്ല. എനിക്ക് ഒരുപാട് പണം വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം, അതുമല്ലെങ്കിൽ എനിക്ക് വലിയൊരു വീട് വേണം എന്ന് മാത്രം ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരുപാട് പണം എന്ന് പറഞ്ഞാൽ എത്ര പണം വേണം? ഏതു തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത്? ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശമ്പളം എത്രയായിരിക്കണം? എന്ത് തരം വീടാണ് വേണ്ടത്? അതിൽ എത്ര മുറികളുണ്ടായിരിക്കണം? ഇതെല്ലാം വളരെ കൃത്യമായി നിങ്ങൾ തീരുമാനിച്ചിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായ ചിത്രമുണ്ടായിരിക്കണം. പ്രപഞ്ചത്തോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് സംശയങ്ങൾക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമായിരിക്കണം. ഒരു ഹോട്ടലിൽ പോയി എനിക്ക് കുറച്ച് ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ അവരെന്ത് കൊണ്ടുവരും? നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം തന്നെ കിട്ടണമെങ്കിൽ അത് കൃത്യമായി ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. വ്യക്തതയില്ലാത്ത ആഗ്രഹങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടിവികാരങ്ങൾ ചേർക്കുക എന്നതാണ്. വെറുമൊരു ചിത്രം മനസ്സിൽ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടുന്നു എന്നതാണ് പ്രധാനം. ഉദാഹരണത്തിന്, നിങ്ങൾ പുതിയൊരു കാർ വാങ്ങുന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ കാർ മനസ്സിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന അതിയായ സന്തോഷം, ആവേശം, അഭിമാനം എന്നിവയെല്ലാം നിങ്ങൾ ശരിക്കും അനുഭവിക്കണം. നമ്മുടെ ചിന്തകൾ ഒരു ഇലക്ട്രിക് ഫീൽഡാണെങ്കിൽ നമ്മുടെ വികാരങ്ങൾ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവ രണ്ടും ചേരുമ്പോഴാണ് അതൊരു വലിയ ഊർജ്ജമായി മാറി നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് വേഗത്തിൽ ആകർഷിക്കുന്നത്. വികാരങ്ങളില്ലാത്ത വിഷ്വലൈസേഷൻ വെറുമൊരു പാഴ്ശ്രമം മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നം നേടിക്കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷവാനായിരിക്കുമോ അതേ സന്തോഷം ഇപ്പോൾ അത് സങ്കല്പിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. ആനന്ദക്കണ്ണീർ വരുന്നത്ര തീവ്രമായിരിക്കണം നിങ്ങളുടെ വികാരങ്ങൾ. മൂന്നാമത്തെ പടി, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൽ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. പുതിയ വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ വെറുതെ ഒരു വീടിന്റെ ചിത്രം മനസ്സിൽ കാണുകയല്ല വേണ്ടത്. ആ വീടിന്റെ ഭിത്തിയിലെ പെയിന്റിന്റെ നിറം കാണുക, പുതിയ ഫർണിച്ചറുകളുടെ മണം അറിയുക, നിങ്ങൾ ആ വീടിന്റെ തറയിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുക, ജനലിലൂടെ വരുന്ന തണുത്ത കാറ്റ് നിങ്ങളുടെ മുഖത്ത് സ്പർശിച്ചറിയുക. എത്രത്തോളം സൂക്ഷ്മമായി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സങ്കല്പിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കും. പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സങ്കല്പങ്ങളെ കൂടുതൽ ജീവനുള്ളതാക്കി മാറ്റും. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ സാഹചര്യത്തിൽ ജീവിക്കുകയാണെന്ന തോന്നൽ ഇത് നിങ്ങളിലുണ്ടാക്കും. നാലാമത്തെ കാര്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുക എന്നതാണ്. അതായത് ഭാവിയിൽ സംഭവിക്കുമെന്നല്ല സങ്കല്പിക്കേണ്ടത്, മറിച്ച് ഇപ്പോൾ തന്നെ ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. എനിക്ക് ആ വലിയ ജോലി കിട്ടും, ഞാൻ ആ പരീക്ഷയിൽ വിജയിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനിപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആദ്യത്തെ ശമ്പളം ഞാൻ വാങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആ പരീക്ഷയിൽ
ഉന്നത വിജയം കരസ്ഥമാക്കി കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഉപബോധ മനസ്സിന് കാലഭേദങ്ങളില്ല. അതിന് ഇന്നലെകളോ നാളെയോ ഇല്ല. അതിന് ഇപ്പോഴത്തെ നിമിഷം മാത്രമേ അറിയൂ. അതിനാൽ നിങ്ങളുടെ സങ്കല്പങ്ങൾ എപ്പോഴും നടന്നുകഴിഞ്ഞ കാര്യമായി തന്നെ മനസ്സിൽ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാവിയിൽ നടക്കും എന്ന് ചിന്തിക്കുമ്പോൾ അതെപ്പോഴും ഭാവിയിൽ തന്നെ നിലനിൽക്കും. ഒരിക്കലും നിങ്ങളുടെ ഇന്നത്തെ യാഥാർത്ഥ്യമായി മാറില്ല. 5ാമത്തെ പടി സ്ഥിരതയാണ്. ഒരു ദിവസം വളരെ ആവേശത്തോടെ വിഷ്വലൈസ് ചെയ്തിട്ട് അടുത്ത ദിവസം അത് മറന്നുപോയാൽ യാതൊരു ഫലവുമുണ്ടാകില്ല. ദിവസവും ഇതിനായി കുറച്ചു സമയം മാറ്റിവെക്കുക. രാവിലെ ഉണർന്ന ഉടനെയും അതുപോലെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപുമുള്ള സമയമാണ് വിഷ്വലൈസേഷന് ഏറ്റവും അനുയോജ്യം. കാരണം ഈ സമയങ്ങളിൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന നില ആൽഫ എന്ന അവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് ബോധമനസ്സിന്റെ നിയന്ത്രണം കുറയുകയും ഉപബോധമനസ്സ് വളരെ സജീവമായിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ സമയത്ത് നൽകുന്ന സന്ദേശങ്ങൾ വളരെ വേഗം ഉപബോധമനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. ദിവസവും 10-15 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. ഒരു ശീലമെന്ന നിലയിൽ ഇത് ദിവസവും ചെയ്യുക. ഇനി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം നിർബന്ധമായും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംശയം. ഞാനിങ്ങനെ സങ്കല്പിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിക്കും നടക്കുമോ എന്നൊരു ചെറിയ സംശയം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ആ നിമിഷം നിങ്ങളുടെ മുഴുവൻ അധ്വാനവും വെറുതെയാകും. പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ആദ്യം വേണ്ടത്. അടുത്തതാണ് ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ. എപ്പോഴാണിത് സംഭവിക്കുക, എങ്ങനെയാണിത് നടക്കുക, പണം എവിടെ നിന്ന് വരും എന്നൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയേയുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായി മനസ്സിൽ കാണുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. അത് എങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തിക്കണം, ഏതു വഴിയിലൂടെ അത് സാധ്യമാക്കണം എന്നത് പ്രപഞ്ചത്തിന്റെ ചുമതലയാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ആഗ്രഹത്തെ സ്വതന്ത്രമായി വിടുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിഷ്വലൈസേഷൻ മാത്രം പോരാ, അതിനൊപ്പമുള്ള പ്രവൃത്തിയും ആവശ്യമാണ് എന്നതാണ്. മുറിയിൽ അടച്ചിരുന്ന് കോടീശ്വരനാകുന്നതും സ്വപ്നം കണ്ട് പുറത്തേക്കിറങ്ങാതിരുന്നാൽ ആരും വീട്ടിൽ വന്ന് പണം തരികയില്ല. നിങ്ങൾ ശരിയായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായുള്ള പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. പുതിയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിവരും. നമ്മുടെ തലച്ചോറിൽ ഒരു പ്രത്യേക സംവിധാനമുണ്ട്. നാം എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ആ സംവിധാനത്തിന്റെ ജോലി. നിങ്ങൾ ഒരു ചുവന്ന കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ പിന്നീട് റോഡിലിറങ്ങുമ്പോൾ എവിടെ നോക്കിയാലും ചുവന്ന കാറുകൾ മാത്രം. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളൊരു ലക്ഷ്യം മനസ്സിൽ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ നിങ്ങളുടെ തലച്ചോറ് തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുകയും അതിനായി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രചോദനം ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമാണ് വിജയത്തിലേക്കുള്ള പാലം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയെ സ്വാധീനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നും ഇന്നു മുതൽ നിങ്ങളത് സ്ഥിരമായി വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്കും കമന്റും ഇതുപോലുള്ള കൂടുതൽ മികച്ച അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു മാന്ത്രിക വിളക്കാണ്. നിങ്ങൾ അതിനോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങളുടെ മുന്നിൽ സാധിച്ചു തരാൻ അത് തയ്യാറാണ്. പക്ഷേ അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം എന്ന് മാത്രം. ശരിയായ രീതിയിലുള്ള വിഷ്വലൈസേഷൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിരന്തരമായ പരിശീലനത്തിലൂടെ ആർക്കും ഈ വലിയ കഴിവ് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. വികാരങ്ങളെ എപ്പോഴും പോസിറ്റീവാക്കി നിർത്തുക. അതിരുകളില്ലാതെ വലിയ സ്വപ്നങ്ങൾ കാണുക. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി. നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു അറിവുമായി വീണ്ടും കാണാം.